ഹായ്, വെൽക്കം ടു സെക്കൻഡ് ഇന്നിങ്സ് വിത്ത് കവിത. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ വേണോ വേണ്ടയോ കുറേ ഡൗട്ട്ഫുള്ളായിരുന്നു. പക്ഷെ എന്നാലും ഫൈനലി ഈ ഒരു ഡിസിഷൻ എടുത്തു, വീഡിയോ എന്തായാലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം, ജൂലൈയിൽ ഞാൻ തുടങ്ങിയപ്പം എൻ്റെ മോട്ടീവ് അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലുണ്ടായ ഒരു കാര്യം ഇതായിരുന്നു, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണ എല്ലാം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും ലൈഫിൽ പിന്നിൽ പോയി നോക്കുമ്പം എനിക്ക് മെമ്മറീസ് എല്ലാം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളിൽ കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. ഈ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ നമ്മളുടെ കൂടെ ഇല്ല. ഒരു മാസമായി. ജാനുവരി 18 മോർണിംഗിലാണ് എൻ്റെ അച്ഛൻ. സോ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ അച്ഛന് കുറേ വർഷം കഴിഞ്ഞാൽ പോലും ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മോളായിക്കോട്ടെ, വേദി ആയിക്കോട്ടെ, ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മ, അപ്പൂപ്പ, അല്ലെങ്കിൽ അച്ഛമ്മ, അച്ചച്ചൻ, അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇല്ല എനിക്ക് ഓർക്കാനായിട്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ, ലൈക്ക് ആ ഒരു ജാനുവരി 18 എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അതിന് മുമ്പേ എന്തായിരുന്നു, എങ്ങനെയാണ് അച്ഛൻ്റെ, അങ്ങനെ എല്ലാം എനിക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. എനിക്ക്, എൻ്റെ മോൾക്ക്, എല്ലാവർക്കും അങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ അറിയില്ലാത്ത ആൾക്കാർക്ക് പറയാനും കൂടിയിട്ടാണ്. ബിക്കോസ് അച്ഛൻ പോയി, ഇനിയിപ്പോൾ 1 month കഴിഞ്ഞു. എന്നാലും നമുക്കൊക്കെ ലൈഫ് ഉണ്ടായതുകൊണ്ട് നമുക്കതൊന്നും, നമ്മളുടെ ലൈഫ് സ്റ്റോപ്പ് ആവണില്ല. നമ്മളെല്ലാവരും ഡെയിലി റൂട്ടീനിലേക്ക് പിന്നെയും ബാക്ക് ടു ഡെയിലി റൂട്ടീൻ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്ക് ഓഫ് ദ മൈൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാവുന്നത്. അങ്ങനെ എൻ്റെ എപ്പോഴും ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ഫിയറാണ്. അങ്ങനെയല്ല, ചെറുപ്പം തൊട്ടെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കണത് അച്ഛനും അമ്മയും അവർക്കൊന്നും ഒന്നും പറ്റില്ല, അങ്ങനത്തെ ലൈഫ് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചെറുപ്പം. അത് കഴിഞ്ഞ് വലിയതായി കഴിഞ്ഞ് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവാൻ തുടങ്ങുമ്പോഴെല്ലാം അയ്യോ, വേറെ ആൾക്കാരുടെ ഇൻസിഡൻസ് എല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു പേടി വരും. അങ്ങനത്തെ ഒരു ലൈഫിൽ ഒരു ബിഗ്ഗസ്റ്റ് പേടിയിലത്തെ ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ ഇപ്പം നടന്നിട്ടുള്ളത്. നമ്മളുടെ പാരൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രൂ ഫാക്റ്റാണ്. പക്ഷെ എന്നാലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പാരൻസ് ഏജ് ആവണമെന്നുള്ള ഒരു ഇത് നമുക്ക് ഇഷ്ടപ്പെടില്ല. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ദെം ടു ഗോ, വി ഡോണ്ട് വാണ്ട് ദെം ടു ലീവ് അസ്. എന്നെക്കാട്ടിലും ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ബിക്കോസ് എൻ്റെ ഇപ്പം കാര്യം പറയുമ്പോൾ അച്ഛനെല്ലാം കണ്ടു. എൻ്റെ കല്യാണം, ഞാൻ ഒരു അമ്മയായത്, അല്ലെങ്കിൽ എൻ്റെ മോളെ എല്ലാം കണ്ടു. മോള് അപ്പൂപ്പാനെ വിളിച്ചു, അപ്പൂപ്പൻ്റെ കൂടെ എൻജോയ് ഒക്കെ ചെയ്തു. പിന്നെ ഇനിയും ഉള്ളത് ലൈഫിലെല്ലാം നമുക്ക് പിന്നെ എപ്പോഴും ആഗ്രഹങ്ങളാണ്. അത് പിന്നെ നമുക്ക് നോൺ സ്റ്റോപ്പാണ്. ലൈഫിൽ ലാസ്റ്റ് 5 years ആയിട്ട് എൻ്റെ ലൈഫിൽ കുറേ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാം നല്ല നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കണത്, ശരി, അച്ഛൻ പോണതിന് മുമ്പേ കുറേയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടാണല്ലോ പോണത്. എത്രയോ ആൾക്കാർ ലൈഫിൽ കുറേ വർഷം ജീവിച്ചിട്ട്, സുഖമില്ല എന്നും പറഞ്ഞിട്ട് ജീവിച്ചിട്ട് 10 വർഷം ജീവിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഒരു അസുഖവും ഇല്ലാണ്ട്, ഒരു മരുന്ന് പോലും, അച്ഛനൊന്നും ഒരു BP-യുടെ മരുന്നോ ഒരു ഷുഗറിനും അങ്ങനെ ഒന്നും, ഒരു നോർമൽ അങ്ങനെ ഒരു ഡെയിലി റൂട്ടീനിൽ ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ടോ, അത് ഒന്നും അങ്ങനെ കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഹി ഹാഡ് എ വെരി ഗുഡ് ലൈഫ്, കിങ് സൈസ് ലൈഫാണ്. ബിക്കോസ് അച്ഛൻ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല കുറേ കൂടുതലും. അപ്പോൾ അത് കാരണം അച്ഛൻ എന്ത് കിട്ടണോ അതിൽ സന്തോഷിച്ച് ജീവിക്കുക, അതിൽ ഹാപ്പി ആയിട്ട് അച്ഛൻ മനസ്സ് തുറന്ന് സന്തോഷിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ കുറേയൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും നമുക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് വിഷമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്.
അച്ഛൻ ഭയങ്കര ജോലി ആയിട്ടുള്ള പേഴ്സണാണ്. നമുക്ക് അച്ഛനെ ഹാപ്പി ആക്കാൻ പെട്ടെന്ന് ലൈക്ക് ഈസിയാണ്. നമുക്ക് വലിയ എഫേർട്സ് ഒന്നും എടുക്കണ്ട. നന്നായി പാട്ട് പാടുന്ന ആളാണ് അച്ഛൻ. അച്ഛൻ്റെ ഞാൻ ചെറുപ്പത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഡെയിലി റൂട്ടീനിൽ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരല്ലോ. എപ്പോഴും മമ്മിക്ക് ഫോൺ ചെയ്യുമ്പോഴോ നമ്മൾ വിശേഷമെല്ലാം ചോദിക്കുമ്പോൾ അച്ഛനെവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഇല്ല. എന്നെ അച്ഛൻ വിളിക്കുമ്പം ഒരു അച്ഛൻ്റെ ആ ഒരു നമ്പർ എൻ്റെ കയ്യിൽ സേവ്ഡാണ്. പക്ഷേ ഇനി എനിക്ക് അച്ഛൻ്റെ നമ്പറിൽ നിന്ന് എനിക്കൊരു കോള് വരില്ല. അപ്പോൾ എനിക്ക് ഇനിയും കൂടുതൽ കുറേയൊക്കെ ചെയ്യണം എന്നില്ല അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ. I planned many things, but it's okay. നമുക്ക് എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ള കാര്യം ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് നമുക്ക് മൂവ് ഓണേ ചെയ്യാൻ പറ്റും. അച്ഛൻ ഇത്രമാത്രം ഭയങ്കര ഒരു പോസിറ്റീവ് പേഴ്സൺ ആയിരുന്നു. ലൈക്ക് അച്ഛന് ഒരു ലാസ്റ്റിൽ അച്ഛന് സുഖമില്ലാണ്ട് വന്നപ്പോൾ പോലും ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇതെല്ലാം ഞാൻ എന്തായാലും എല്ലാം ഓക്കെ ആവും, അല്ലെങ്കിൽ അച്ഛന് ഓക്കെ ആവില്ല എന്നുള്ള അച്ഛന് സ്വന്തം അറിയാമെങ്കിൽ പോലും നമ്മളോട് അത് കാണിക്കുകയോ അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയി ഇരുന്നിട്ടോ ഇല്ല അച്ഛൻ. അത് കാരണം നമ്മൾ ലാസ്റ്റിലുണ്ടായ ദിവസങ്ങളെല്ലാം ഒരു നല്ല ഹാപ്പി ആയിട്ടാണ് പോയിരിക്കണത്. ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ അച്ഛൻ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ ആ ദിവസങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്, സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ബർത്ത്ഡേ നമ്മൾ ലാസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തു, അച്ഛൻ്റെ വേദുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അതല്ലാതെ ദീപാവലി അങ്ങനെയൊക്കെ ഫെസ്റ്റിവൽസ് എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പോകുമ്പം ഒരു വിഷമമില്ല, അങ്ങനെ ഒരു ഇതിലാണ് അച്ഛൻ പോയത്. കാരണം നമ്മളെല്ലാവരും അടുത്തുണ്ടായിരുന്നു. അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ എല്ലാവരും അടുത്തുണ്ടായിരുന്നു. അച്ഛൻ രാത്രിയിലോ ഒന്നുമല്ല പോയത്. നമ്മൾ പകൽ എണീറ്റ് വന്ന് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ആളില്ല എന്നുള്ള ആ ഒരു ഷോക്ക് അച്ഛൻ തന്നിട്ടില്ല. നമ്മുടെ വെള്ളമെല്ലാം പിടിച്ചു, അങ്ങനെ എല്ലാം നോർമൽ. ഈവൻ പോകുമ്പോൾ പോലും അച്ഛൻ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടില്ല. ഓക്സിമീറ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് അച്ഛൻ്റെ ഓക്സിജൻ കുറയുന്നുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. കാരണം അച്ഛൻ ഹെവി ബ്രീത്തിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു നല്ല കാര്യമാണെന്നുള്ളത് എനിക്ക് ശരിക്കും ആ ഫീലായി. ബിക്കോസ് നമ്മൾ ലാസ്റ്റ് നമ്മളുടെ എങ്ങനെയാണ് ഇപ്പം നമ്മളുടെയൊക്കെ ലാസ്റ്റ് എവിടെ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എല്ലാവരും ഫാമിലി എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതൊരു ഭാഗ്യമുള്ള കാര്യമാണെന്നുള്ളത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നമ്മളിതൊന്നും ആലോചിക്കില്ല, എന്താണ് നമ്മളുടെ ലൈഫ് അങ്ങനെയൊന്നും. പിന്നെ ചടങ്ങെല്ലാം ചെയ്യാൻ പോയപ്പോഴും അച്ഛൻ്റെ നമ്മൾ ചടങ്ങെല്ലാം നാട്ടിൽ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം തന്നെ നമ്മൾ നാട്ടിൽ അച്ഛൻ്റെ വീട്ടിൽ തന്നെ എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു എന്നെയും അമ്മേനെയൊക്കെ ഒരു ഗുഡ് മെസ്സേജ്, ഒരു ഹാപ്പി മെസ്സേജ് അച്ഛൻ തന്നു എന്നുള്ളതാണ്. ബിക്കോസ് ഒരു ആ സമയത്ത് ലൈക്ക് എല്ലാം കഴിഞ്ഞിട്ട് ആ കർമ്മം എല്ലാം കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് ബട്ടർഫ്ലൈ അച്ഛൻ്റെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ അടുത്തോ എവിടെയുമല്ല, അച്ഛൻ്റെ ആ ഒരു ചെയ്ത സ്ഥലത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മീൻസ് അച്ഛൻ ഹാപ്പിയായി, ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവേ നമ്മൾ ഈ ബലിക്കാക്ക അങ്ങനെയൊക്കെ പറയണ മാതിരി അതൊക്കെയും ഉണ്ടായിരുന്നു. അതല്ലാതെ അച്ഛൻ ഹാപ്പിയായി എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആരും വിശ്വസിക്കില്ല, അങ്ങനത്തെ ഒരു മൊമെൻ്റായിരുന്നു അത്. വൈറ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ, ഒരു പീസിൻ്റെ ഒരു സൈനാണ്. അപ്പം നമ്മൾക്ക് മനസ്സിലായി അച്ഛൻ ഹാപ്പിയാണ്, അച്ഛന് സന്തോഷമായിട്ടുണ്ടെന്നുള്ള മെസ്സേജ് അച്ഛൻ തന്നിട്ട് പോയി. അച്ഛൻ പീസ്ഫുൾ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരുടെയും ലൈഫിൽ എല്ലാവരുടെയും വീട്ടിൽ ഒരു ദിവസം നമ്മളെല്ലാവരും ഫേസ് ചെയ്യണ ഒരു മൊമെൻ്റാണ്. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തപ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് അതൊരു സഫർ ചെയ്യണതായിട്ട് നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. അത് നമ്മൾ കാണുമ്പോൾ നമുക്കും അതൊരു വിഷമമാണ്. നമ്മൾ നമ്മളുടെ അമ്മയും അച്ഛനെയും മാത്രമേ നമ്മൾ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ, അല്ലേ?
ബിക്കോസ് അവരോട് നമ്മളുടെ ഗുഡ് സൈഡ് കാണിക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാവും. പക്ഷേ ഗുഡ് സൈഡിൻ്റെ കൂടെ ബാഡ് സൈഡ് കാണിച്ചാലും നമ്മളോട് ഒട്ടും ലൈക്ക് ഒരു മനസ്സിലൊന്നും വെക്കാണ്ട് നമ്മളെ പിന്നെയും അക്സെപ്റ്റ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് നമ്മളുടെ പാരൻസ്. ലൈഫിൽ വേൾഡിൽ എല്ലാവരും നമ്മളോട് ലൈഫിൽ പറയും നീ ഒരു നമ്മളുടെ മോളെ പോലെയാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ മോളെ പോലെയാണെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം ഓക്കെ ഫൈൻ. പക്ഷെ നമ്മളൊരു ചീത്ത അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മളുടെ അച്ഛനോട് സംസാരിക്കുന്ന മാതിരി ദേഷ്യത്തിൽ നമ്മളുടെ ആ ഒരു ദേഷ്യത്തിൽ തന്നെ നമ്മൾ അവരോട് സംസാരിച്ചാൽ ആ മോളെ പോലെ എന്ന് പറയണതെല്ലാം പോയി. അങ്ങനെയാണല്ലോ ലൈഫ് എല്ലാവരുടെയും ഇത്. അങ്ങനത്തെ ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഒരാളേ ഉള്ളൂ. ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ പറയൂലേ, നമുക്കറിയാൻ പറ്റും നമ്മളുടെ ആൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അച്ഛനൊരു January 18th രാവിലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു അച്ഛൻ പോയപ്പോൾ. ആ ഒരു സമയത്താണ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരാൾ ലൈഫിൽ നിന്ന് പോണത് കാണുന്നത്. അതെൻ്റെ അച്ഛൻ തന്നെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോയി എൻ്റെ അച്ഛൻ, അങ്ങനത്തെ ഒരു ചിന്തയായിപ്പോയി. അയ്യോ ഇപ്പം എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം എവിടെ പോയി, അയ്യോ അച്ഛനിപ്പം നല്ല സ്ഥലത്താണോ, അങ്ങനെയൊക്കെ നമ്മളുടെ മൈൻഡിൽ വന്നു പോകും. ഇനിയിപ്പോൾ എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എത്രമാത്രം അച്ഛൻ്റെ വീഡിയോസ്, എത്രമാത്രം നമ്മളുടെ ഫോട്ടോസ്, നമ്മൾ ഫാമിലി നമ്മൾ എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് എത്രമാത്രം സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ എനിക്ക് എത്രമാത്രം ഡോക്യുമെൻറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും, ഞാൻ അത് ഡോക്യുമെൻറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. 5 വർഷങ്ങൾ കഴിഞ്ഞിട്ട് when I want to see back, when I want to see how I enjoyed with my parents, how happy he was, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ശബ്ദം കേൾക്കണമെങ്കിലും എല്ലാം എൻ്റെ കയ്യിൽ ആ വീഡിയോസും എല്ലാം ഉണ്ടാവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഐ നോ നിങ്ങളിൽ കുറേ പേര് ഇപ്പോഴാണ് അറിയുന്നത് അച്ഛൻ്റെ കാര്യം. ഐ തിങ്ക് ഞാനും അമ്മയും ഒരു സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മളെല്ലാം ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് പോസിറ്റീവായിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യാണ്. സോ ഇത്രയേ ഉള്ളൂ പറയാൻ. ക്യാവുക എന്നും പറഞ്ഞാൽ നമുക്കിനി അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ മാതിരിയൊന്നുമില്ല. അച്ഛനില്ല, അതാണ് ഫാക്ട്. എൻ്റെ മെയിൻ റോൾ നമ്മളുടെ ലൈഫിൽ വേദു നല്ലോണം കളിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ഡൾ മൊമെൻറ്റിലും നമുക്ക് കുറച്ചെങ്കിലും ചിരിക്കാനോ അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് ഒക്കെ തന്നത് വേദുവാണ്. അതായത് ഞങ്ങൾക്കായാലും അച്ഛനായാലും. സോ ഐ തിങ്ക് ഗോഡ് പ്ലാൻഡ് ഇറ്റ് ഇൻ എ വെരി ഗുഡ് വേ. ലൈക്ക് ഇതെന്തായാലും സംഭവിക്കണം. സോ വേദു എല്ലാം വന്ന് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ആദ്യമായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ, നമ്മളെപ്പോഴും ഒരു ഡല്ലായിട്ട്. നൗ I have people who care for us, who really genuinely care for us. Because അച്ഛൻ പോയി കഴിഞ്ഞിട്ടും എൻ്റെയും അമ്മേനെയും കുറിച്ച് ആലോചിച്ച് താമസിച്ച ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ. ലൈക്ക് അവർക്കൊരു ഡൾ മൊമെൻ്റ് ഉണ്ടാവാൻ പാടില്ല, അവരൊറ്റയ്ക്കാവാൻ പാടില്ല കുറച്ച് ദിവസങ്ങൾ. And me being a single child, that was very important for me. Because എന്തും ആയിക്കോട്ടെ എത്ര ക്ലോസ് ആണെന്ന് പറഞ്ഞാലും വീട്ടിലുള്ള ആൾക്കാർ ഞാനും അമ്മയും എൻ്റെ ഹസ്ബൻഡും അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ ആ ഒരു മൊമെൻ്റ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം വന്നു പോകുന്ന ആൾക്കാരെല്ലാം പിന്നെ അവരുടേതായിട്ടുള്ള ലൈഫിൽ ബാക്ക് ടു ലൈഫ് ഡെയിലി റൂട്ടീനെല്ലാം പെട്ടെന്ന് പോയി. പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് നമുക്കൊരു ഹാർഡായിരിക്കും. ആ ഒരു ഹാർഡ് ടൈമിൽ നമ്മളുടെ കൂടെ ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് ചെയ്യുമ്പം അതൊരു ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ശരിക്കും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നമുക്ക് ആൾക്കാരിപ്പോൾ ഉണ്ട്, നമ്മളെ ജെന്യുവൻലി സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ. ആ ഒരു സമയത്താണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദോസ് തിങ്സ്. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ, ഞങ്ങൾ ഫുൾ ഒറ്റയ്ക്കായി പോയത്. ഐ ഡോണ്ട് നോ ലൈഫിൽ എന്ത് സംഭവിച്ചു ഇപ്പം. ഐ എം നോട്ട് സേയിങ് ദാറ്റ് everything was good, but ഇത് സംഭവിച്ചു, എന്തായാലും സംഭവിക്കണം. അപ്പം സംഭവിച്ചത് നല്ല രീതിയിലായിരുന്നു. And we are fine, we are okay now.
ഓബ്വിയസ്ലി അച്ഛൻ്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവും. അത് ഇപ്പോൾ ചോദിച്ചാലും മേ ബി 10 വർഷം കഴിഞ്ഞിട്ട് പോയി ചോദിച്ചാലും നമുക്ക് എപ്പോഴും ആ ഒരു ഓർമ്മ ഉണ്ടാവും. ബട്ട് ദെൻ എൻ്റെ ഇനിയും മുമ്പിൽ ഞാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കുറേ ഗുഡ് ഹാബിറ്റ്സ്, അച്ഛൻ എന്നെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. I will try to follow whatever he taught me in my life. And എന്തൊക്കെ അച്ഛൻ്റെ നിശാനി ഉണ്ട് എൻ്റെ ലൈഫിൽ, ലൈക്ക് കുറേ എനിക്കിപ്പോൾ അച്ഛൻ്റെ ഫീച്ചേഴ്സാണ് കുറേ കിട്ടിയിരിക്കുന്നത്. ഓറൽസ് വേദുവിന് ചിലവർ പറയും അച്ഛൻ്റെ സ്മൈലാണ്. ഐ നോ അച്ഛൻ്റെ ഐബ്രോസാണ് എനിക്ക്, എൻ്റെ സെയിം ഐബ്രോസാണ് വേദുവിന് കിട്ടിയിരിക്കുന്നത്. സോ ഐ എം ഹാപ്പി ദാറ്റ് വേ കി അച്ഛൻ പോയാലും ഞങ്ങളുടെ ത്രൂ അച്ഛൻ ഇസ് സ്റ്റിൽ അലൈവ്. അപ്പോൾ I just want to follow whatever he taught me. അപ്പോൾ ഗൈസ് ഇതായിരുന്നു എൻ്റെ അച്ഛൻ്റെ കാര്യം. ഞാൻ കുറേ പറഞ്ഞ് ഞാൻ നിങ്ങളെയും അടിപ്പിക്കുന്നില്ല ആൻഡ് ഞാൻ സ്വന്തവും എന്തൊക്കെയാണ് പറയാമെന്നുള്ളത് എനിക്കറിയില്ല. ഈ വീഡിയോ ഇവിടെ തന്നെ നിർത്താണ്. വേറെ കുറേ നല്ല ഗുഡ് മൊമെൻറ്റ്സും കുറേ നല്ല നല്ല ഓർമ്മകളും എല്ലാം ഞാൻ ഷെയർ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിനിയും മുമ്പിലും ഇനിയും എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ടാവുമ്പം അതുമെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ജെന്വിൻലി കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവരെന്നോട് ചോദിച്ചു എന്തൊന്നും വീഡിയോ ഒന്നും ഇല്ലാത്ത എന്ത് പറ്റി എന്നുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണം, ഓക്കെ ഇവരെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുമായിരുന്നു. ചിലർക്ക് വീഡിയോസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് പോലും അറിയില്ല. അപ്പോൾ താങ്ക് യു എവരി വൺ, എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാർക്ക്. ഞാൻ നല്ല നല്ല വീഡിയോസും എല്ലാം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹോപ്പ് യു ഗൈസ് വിൽ ഓൾസോ എൻജോയ് മൈ വീഡിയോസ്. അപ്പം ശരി എന്നാൽ, ടേക്ക് കെയർ, ബൈ. कल खेल में हम हो न हो, गर्दिश में तारे रहेंगे सदा. कल खेल में हम हो न हो, गर्दिश में तारे रहेंगे सदा. भूलोगे तुम भूलेंगे वो, पर हम तुम्हारे रहेंगे सदा. रहेंगे यहीं अपने निशान
इसके सिवा जाना कहाँ, जीना यहाँ मरना यहाँ, इसके सिवा जाना कहाँ. Happy reunion, my friends.